ഹായ് ഗായ്സ്. ഹായ് ഗായ്സ് പറയും. അപ്പോൾ നമ്മളിന്ന് പുട്ടും കടലക്കറിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. രാവിലെ പുട്ടും കടലക്കറിയായിരുന്നു. ഉച്ചയ്ക്ക് നമ്മൾ വയ്ക്കാൻ പോകുന്നത് മുരിങ്ങക്കായ, തക്കാളി, പരിപ്പ്, അതിൻ്റെ കൂടെ പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കുക്കറിൽ വേവിക്കാൻ പോവാണ്. തേങ്ങ, ഒരു കഷ്ണം വെളുത്തുള്ളി, ഒരു ചെറിയൊരു സവോള കഷ്ണം, മുളക് പൊടി, ജീരകം ഇട്ടിട്ട് നമ്മൾ അരച്ചെടുക്കുകയാണ്. കുക്കറിൽ വിസിലടിച്ചതിന് ശേഷം അതിൻ്റെ ആവി പോയതിന് ശേഷം അതിലേക്ക് നമ്മൾ അരപ്പും അത് കൂടെ ഉപ്പും കൂടെ ചേർത്ത് വേവിക്കുന്നു. നമ്മൾ പാനിലെടുക്കുന്നു, എണ്ണ ഒഴിക്കുന്നു, അതിലേക്ക് ജീരകം, കടുക്, ഉള്ളി, കറിവേപ്പിൻ്റെ ഇല അതൊക്കെ അങ്ങോട്ട് ഒഴിച്ച് ഒരു ബ്രൗണിഷ് കളറായതിനു ശേഷം വറുത്തെറിഞ്ഞു കൂട്ടാൻ വെച്ചു. അങ്ങനെ നമ്മുടെ മുരിങ്ങക്കായും പരിപ്പും തക്കാളി കറി റെഡി ആയിരിക്കുകയാണ്. ഇതാണ് ഉച്ചയ്ക്കുള്ള ഒരു ഡിഷ്. അടുത്തത് ചീരയാണ്. ചീര ഇങ്ങനെ അരിഞ്ഞതിന് ശേഷം എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. അരിഞ്ഞതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി, സവോള, അതുപോലെ തന്നെ പച്ചമുളക് ആവശ്യത്തിനുള്ളത് ഇട്ടിട്ട് അതിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി നമ്മൾ. അപ്പോൾ വെള്ളമൊക്കെ വന്നു പുറത്തേക്ക് വന്നു. അതിന് ശേഷം നമ്മളത് ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ വെള്ളം മുഴുവനായിട്ട് വറ്റിക്കുക. അതിന് ശേഷം നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം. അതിൽ വെളിച്ചെണ്ണയായിട്ട് ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഒന്നും കൂടെ മിക്സാക്കിയിട്ട് അടച്ച് വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യും. അപ്പോൾ അത് റെഡിയായി. ഇനി നമ്മൾ അടുത്തത് ഏട്ടൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം പരീക്ഷണമാണ് കേട്ടോ. ഇത് അത്ര ഫ്ലോപ്പായിരുന്നു. നിങ്ങൾ ആരും ട്രൈ ചെയ്തെന്നാണ് ഞാൻ പറയുള്ളൂ. എന്തായാലും ഞാൻ എന്താ ചെയ്തെന്നുള്ളത് കാണിച്ചു തരാം. അതിന് നമ്മൾ വെണ്ടയ്ക്ക നന്നായിട്ട് ഫ്രൈ ആക്കണം. നന്നായി ഫ്രൈ ആയ വെണ്ടയ്ക്കയിലേക്ക് നമ്മൾ ചേർക്കേണ്ട അരപ്പാണ് ഇത് കാണിക്കുന്നത്. തക്കാളി, കടുക്, ജീരകം, മല്ലിപ്പൊടി, കുരുമുളക്, പിന്നെ ഇത് ബേ ലീഫ്, പിന്നെ മുളക് പൊടി, അതെല്ലാം കൂടെ ഇനി ഐറ്റംസ് ഉണ്ട് കേട്ടോ. അതൊക്കെ അരച്ചിടും. പിന്നെ വെണ്ടയ്ക്ക അങ്ങനെ ഇത്രയും സെറ്റാവണം. നന്നായിട്ട് ആയതിനു ശേഷം നമ്മൾ മാറ്റി വയ്ക്കും. ഇനി അതിലേക്ക് ഇഞ്ചി, അതുപോലെ വെളുത്തുള്ളി ഒക്കെ ഇട്ട് നമ്മൾ അരച്ച് വയ്ക്കാം. വറുത്തിടാൻ വേണ്ടിയിട്ട് ഇത് ജീരകം, കടുക്, ഉള്ളി, മഞ്ഞൾപ്പൊടി, പച്ചമുളക് എല്ലാം ചേർക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അരപ്പൊഴിച്ച് അതിലേക്ക് നമ്മൾ മറ്റേ സംഭവം വെണ്ടയ്ക്ക ചേർക്കുന്നുണ്ട്. പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ ഒരു രസത്തിൻ്റെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. സത്യമായിട്ടും എനിക്കിഷ്ടമായില്ല, ഏട്ടനും ഇഷ്ടമായില്ല. ഇത് വെച്ച് നല്ല വ്യൂസും നല്ല കമൻസും അതിൽ കണ്ടു. അതുകൊണ്ട് അങ്ങനെ ഡിഷ് ട്രൈ ചെയ്തിട്ടുള്ള റിവ്യൂ അല്ലായിരുന്നു, അപ്പോൾ അങ്ങനെ കണ്ടു. അപ്പോൾ അത് കാരണം കൊണ്ട് ട്രൈ ചെയ്തതാണ്. പക്ഷെ ഇത് വമ്പം ഫ്ലോപ്പായിരുന്നു, എനിക്കിഷ്ടമായില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പൂരത്തിന് പോകാൻ വേണ്ടി റെഡിയാവാണ്. കിള്ളിക്കവല പൂരമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പൂരത്തിന് പോകാൻ വേണ്ടി റെഡിയായി. ഞാനും ഏട്ടനും തിരിച്ചും അങ്ങോട്ടാണ് പൂരത്തിന് പോകുന്നത്. പിന്നെ ഇതാ കാള വരുന്നുണ്ട്. കാളയുടെ ഫുള്ളായിട്ട് ഇതിലുണ്ട് കേട്ടോ. ചെറുതുണ്ട് അതിൽ കാളുടെ മുട്ട വരില്ല. കാരണം അതിൻ്റെ മുകളിലേക്ക് വന്നിട്ട് കിരീടം പോലത്തെ സംഭവമുണ്ട്. അതിൻ്റെ ബാക്കിൽ കണ്ടാൽ മനസ്സിലാവും ആ സംഭവം കൊമ്പൊക്കെ ഇരിക്കുന്നുണ്ടായില്ല. ഞാൻ അതൊക്കെ കണ്ട് അതൊക്കെ നൈസായിട്ട് വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു.
ഉണ്ട്. ഒരു ഐസ്ക്രീം കഴിച്ച് അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ടാറ്റാ ബൈ ബൈ. ബൈ, സീ യു പറയൂ.